ശ്രീ റുജിം ജോൺ, ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ പ്രതികരണം കേട്ടു. പി സി വിഷ്ണുനാഥ് നമ്മളോട് പറഞ്ഞിരുന്നു, ഒരു തരത്തിലുള്ള സാമ്പത്തിക അടിത്തറ ഉറപ്പാക്കാതെയാണ് കൊല്ലം ബെമ്പർ എന്ന് നമ്മൾ ഒരു ആലങ്കാരികമായി വിശേഷിപ്പിച്ച ഈ പ്രഖ്യാപനങ്ങളെയൊക്കെ കണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് അവസാനം നമ്മൾ പറഞ്ഞ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറേ പദ്ധതികളെ അല്ലെങ്കിൽ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള പദ്ധതികളാണ്. വിഴിഞ്ഞത്തിന് വേണ്ടത്ര പരിഗണന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന പരാതികളും നമ്മൾ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ധനമന്ത്രി പറയുന്നു, ഒരു ടേക്ക് ഓഫിനുള്ള ഒരു സജ്ജീകരണത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നമ്മൾ പോവുകയായിരുന്നു. ആ പ്രതിസന്ധി മറികടന്നു എന്ന സന്തോഷം പങ്കുവച്ചു. പക്ഷെ അതിന്റെ ഒരു അടിത്തറ എന്താണെന്ന് ഈ 2.5 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ എന്താണ് ആ അടിത്തറയുടെ ബലം എന്ന് സത്യത്തിൽ മനസ്സിലായിട്ടുമില്ല. തീർച്ചയായിട്ടും ഇത് യാതൊരു ഭാവനയുമില്ലാതെ, ദീർഘവീക്ഷണമില്ലാതെ ഇന്നത്തെ സാഹചര്യങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി, പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നീക്കുപോക്കുകളില്ലാത്ത ഒരു ബഡ്ജറ്റാണ് എന്ന് പറയേണ്ടി വരും. ഒരർത്ഥത്തിൽ ഇതൊരു വിഴിഞ്ഞം കൊല്ലം ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ഫ്രണ്ട് പേജ് കൊടുത്തിരിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ അവിടെ ഒരു ചരക്ക് കപ്പൽ വരുന്നതിൻ്റെ ചിത്രമാണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് അവർ ഉമ്മൻചാണ്ടിയുടെ ഒരു ചിത്രം അവിടെ കൊടുക്കേണ്ടിയിരുന്നു. കാരണം ഇത് കടൽ കൊള്ളയാണ് എന്നും ഇത് 5,000 കോടിയുടെ പദ്ധതിയിൽ 6,000 കോടിയുടെ അഴിമതിയാണ് എന്നുമൊക്കെ ആരോപിച്ച് ഈ പദ്ധതി തടസ്സപ്പെടുത്തുവാനായിട്ട് അതിനെതിരെ സമരം ചെയ്ത ആളുകൾ ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതി അല്ലെങ്കിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള അനുബന്ധ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാണുമ്പോൾ അവർ ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം, ഈ ചരക്ക് കപ്പലിൻ്റെ പകരം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം അടിക്കേണ്ടതുമായിരുന്നു എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ്, ധനമന്ത്രി വായിച്ചു തുടങ്ങിയ പാരഗ്രാഫ്, അതിൽ പറഞ്ഞിരുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, കേരളം സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയെ നമ്മൾ അതിജീവിച്ചു എന്ന സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ബഹുമാന്യനായ ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം ഇവിടെ ആരംഭിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് യാഥാർത്ഥ്യവുമായി ചേർന്നു പോകുന്ന ഒരു ബഡ്ജറ്റ് അല്ല എന്നുള്ളത് നമുക്ക് ചരിത്രം അല്ലെങ്കിൽ സമീപകാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ധനപ്രതിസന്ധി എല്ലാം അതിജീവിച്ചു, നമ്മൾ വലിയ സാമ്പത്തിക സുരക്ഷിതത്വത്തിലാണ്, ഭദ്രതയിലാണ് എന്നൊക്കെ ധനമന്ത്രി ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് എന്താണ് യാഥാർത്ഥ്യം? കഴിഞ്ഞ ബഡ്ജറ്റ് അംഗീകരിച്ച ഡിമാൻഡ് ചർച്ച ചെയ്ത് നിയമസഭ പാസ്സാക്കിയ ഓരോ വകുപ്പുകളുടെയുമുള്ള പ്ലാൻ അലോക്കേഷൻ അത് അംഗീകരിച്ച് നിയമസഭ പാസ്സാക്കിയതാണ്. നിയമസഭ പാസ്സാക്കിയ പ്ലാൻ അലോക്കേഷൻ 50% വെട്ടിക്കുറയ്ക്കുന്ന കാഴ്ച, ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ 50% വെട്ടിക്കുറച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൃഷി വകുപ്പിൽ വെട്ടിയത് 230 കോടിയാണ്. എന്ന് വെച്ചാൽ ആകെ പ്ലാനിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചതിൻ്റെ 44% വെട്ടിക്കുറച്ചു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചു. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, മദർ തെരേസ സ്കോളർഷിപ്പ്, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സ്കോളർഷിപ്പുകളുടെയും തുക വെട്ടിക്കുറച്ചു. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന, ഭരണഘടനാപരമായിട്ട് 12% നമ്മൾ എല്ലാ കീഴ്വഴക്കങ്ങളനുസരിച്ച് നമ്മൾ മാറ്റിവെക്കുന്ന വിഭാഗമായിട്ടുള്ള പട്ടികജാതി വിഭാഗങ്ങൾക്ക് പദ്ധതിയിൽ അനുവദിച്ച 1,370 കോടി രൂപ, അവർക്ക് ന്യായമായി ലഭിക്കേണ്ടുന്ന 1,370 കോടി രൂപയിൽ 500 കോടി രൂപ ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് ഒരു സർക്കാർ ഉത്തരവ് വഴി ഈ ഗവൺമെൻറ് വെട്ടിക്കുറച്ചത്. അതിൽ അവരുടെ ഭവന പദ്ധതി, ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഭവന പദ്ധതിയിൽ 300 കോടി രൂപയിൽ 120 കോടി രൂപ വെട്ടിക്കുറച്ചു. ലക്ഷം വീട് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചു. അങ്ങനെ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ബഡ്ജറ്റിൽ അലോക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭ ചർച്ച ചെയ്ത് പാസ്സാക്കുന്ന ഒരു ബഡ്ജറ്റിലെ സർക്കാർ ഉത്തരവിലൂടെ, ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ 50% കണ്ട് പദ്ധതി വെട്ടിച്ചുരുക്കിയിട്ടുള്ള ഒരു ചരിത്രമാണ് അല്ലെങ്കിൽ ഈ സമീപ ദിവസങ്ങളിൽ വിമർശനമാണ് നേരത്തെ ഉന്നയിച്ചത്. ഇപ്പോൾ